അസ്സലാമു നമസ്കാരം. അപ്പം നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് എന്താണെന്നറിയോ? ഒരു പച്ചക്കറിയാണേ. ഇന്നും പച്ചക്കറിയുമാണ് കൂടിയിക്കാണ് നമ്മൾ. അപ്പോൾ അതാ കുറച്ച് പരിപ്പ് വെള്ളത്തിലിട്ട് കഴുകിയില്ല കേട്ടോ, വെള്ളത്തിലിട്ട് അവിടെ വെച്ചിട്ടുള്ളൂ. നല്ലപോലെ 2-3 പ്രാവശ്യം കഴുകിയെടുക്കുക. അപ്പോൾ അതാ ബാക്കി സാധനങ്ങളൊക്കെ മുരിങ്ങാക്കായി, ഒരു കുമ്പളങ്ങൻ്റെ കഷ്ണം, ഒരു 2-3 ചക്കക്കുരു ഞാൻ തീരക്കണ്. അതിട്ടില്ലെങ്കിൽ ഒരു ഉറക്കരുമില്ല എനിക്ക്, അതുകൊണ്ടാട്ടോ. അപ്പോൾ അതാ പിന്നെ അതിലേക്ക് 2 പച്ചമുളക് വേണം. 2 അല്ല 3 എടുത്താണ്. ഒരു കുഞ്ഞി തക്കാളി. ഇതാണിപ്പോൾ നമ്മൾ ഇന്നത്തെ കറി. അപ്പോൾ ഞാനിതൊന്ന് കഴുകിയെടുത്തിട്ട് വരാം. അപ്പോൾ പരിപ്പൊക്കെ നല്ലപോലെ കഴുകിയെടുത്ത് വന്ന് ഒരു 3-4 പ്രാവശ്യം വേണ്ട. ഇത് ഈ കുക്കറിലേക്ക് കണ്ടിട്ട് നമ്മൾ പാകത്തിന് വെള്ളവും ഉണ്ട്. പരിപ്പ് വെള്ളത്തിലിട്ട ഒരു ഗുണങ്ങളും കൂടി ഉണ്ട് കേട്ടോ. എന്താണെന്നറിയോ? ഇതിമ വലിച്ച പൂപ്പലോ കടയിലൊക്കെ കുറേ മുമ്പ് കൊണ്ടുവന്ന് വെക്കണല്ലേ, അപ്പം അതിനൊക്കെ ഒരു നല്ലതാണ്. ആ പൂപ്പലൊക്കെ പോയി കിട്ടും. അപ്പം നമ്മൾ ഇനി എന്താ ചെയ്യേണ്ടതെന്നറിയില്ല. അതും കൂടി നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഒറ്റ വിസിൽ മതി കേട്ടോ, കാരണം പരിപ്പ് എല്ലാം കുതിർന്ന് വന്നിട്ടുണ്ട്. വേണ്ട, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ്, എന്നാലോ നല്ല ടേസ്റ്റുമാണ്. ഇതൊക്കെ കൂടി ഇട്ടാണ് വെക്കുമ്പോൾ ഒന്ന് വെച്ച് വെക്കേണ്ടി. ആരെങ്കിലും ഇങ്ങനെ ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ കേട്ടോ, അല്ലാത്തവരോട് ഇപ്പോൾ നമ്മൾ പറയേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ. അപ്പോൾ അതാ ഇതൊക്കെ ഞാൻ അതിലേക്കിട്ട് നമ്മൾ ഈ തക്കാളി ഇപ്പോൾ അതിൽ പിന്നെ ഉടഞ്ഞ് വിചാരിച്ച് കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ കുട്ടികളെ ഒച്ചയൊന്നുമില്ലല്ലോ ഇന്ന്. കുട്ടികളൊക്കെ സ്കൂൾ തുറന്ന് പോയി. സോനുട്ടൻ ആദ്യമായിട്ട് ആക്കുകയാണ്. ഓനും പോയി LKGക്ക്. അപ്പോൾ അതാ എല്ലാവരും പോയപ്പോൾ ഒരു അനക്കമില്ല. ഇനി നമ്മളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ലേശം ഉപ്പിടണം. കുറച്ച് ഉപ്പിടുക. ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി ഇടണം. ഇച്ചിരി ഇട്ടാൽ. പിന്നെ നമ്മൾ അരപ്പിൽ ചേർക്കണ്ടേ, തേങ്ങയൊക്കെ അരക്കാണ്ട്. അപ്പോൾ അതൊന്ന് അടച്ച് വെച്ചിട്ട് ഞാൻ അടുപ്പത്തൊന്ന് വെക്കട്ടെ കേട്ടോ. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഇങ്ങനത്തെ കറികളൊക്കെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ഞാനത് അടുപ്പത്ത് വെക്കാൻ പോയതാട്ടോ. ഇനി നമ്മളെന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഒരു 3 വറ്റൽമുളക് എടുക്കുക. മുളക് പൊടി ആയാലും മതി. വറ്റൽമുളക് ഇപ്പോൾ എല്ലായിടത്തും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അപ്പോൾ ഉള്ളവർ ഇങ്ങനെ ഇടുക, ഇല്ലാത്തവർ മുളക് പൊടി ഇടുക. അപ്പം നമ്മളൊരു 3 പച്ചമുളക് അതിൽ ചേർത്തുക്കണ്. അപ്പോൾ ഒരു 3 വറ്റൽമുളക് മതി. ഇത് നമ്മൾ കഴുകി ഉണക്കി വെച്ച മുളകാട്ടോ. അപ്പോൾ നമ്മൾ അങ്ങനെയൊക്കെ ചെയ്യണം. വെയിലുണ്ടാവുമ്പോൾ ഇതൊക്കെ ഒന്ന് കഴുകി ഉണക്കിയൊക്കെ വൃത്തിയാക്കി എടുക്കണം. നമുക്ക് ഇവിടെയൊക്കെ വൃത്തിയാക്കാണ്ട് ഇതൊന്നാണ്ട് ചെയ്യട്ടെ വെച്ചിട്ട്. അപ്പം നമുക്ക് ഇതിലേക്ക് എന്താ ഇടേണ്ടത്? 2 ചുവന്ന ഉള്ളി, ഒരു വെളുത്തുള്ളി ഇട്ടിണ്. കാരണം പരിപ്പും ചക്കക്കുരുവൊക്കെ ഉണ്ടല്ലോ അതിൽ. ചക്കക്കുരു എന്ന് പറയാമല്ലോ, ഒരു 3 ഞാൻ അതിലേക്ക് തൊലിച്ചിട്ട്. നല്ല പൊടിയുള്ള ചക്കക്കുരു ആയതുകൊണ്ട്. അപ്പോൾ അതും കൂടി ഇതിലിടുക. പിന്നെ ഒരു പിഞ്ച് ജീരകം, ചെറിയ ജീരകമാണ് ഇഷ്ടവെച്ചാൽ അത് ഇടുക, വലിയ ജീരകമാണ് ഇഷ്ടവെച്ചാൽ അത് ഇടുക. ഏതാണോ നിങ്ങൾക്ക്. പിന്നെ നമുക്ക് ഇതിലേക്ക് ഇടേണ്ടി കുറച്ച് പിന്നെ മഞ്ഞൾപ്പൊടി നമ്മളതിൽ ഇട്ടിണ്. കുറച്ചും കൂടെ അതിലിടുക, ഒരു കുറച്ച്. ഇനി ഇതൊന്ന് കറണ്ട് പോകുമ്പോഴത്തേനും ഒന്ന് അരക്കട്ടെ വെച്ചിട്ടാട്ടോ, പെട്ടെന്ന് അരച്ചെടുക്കട്ടെ.
കറണ്ട് പോയാൽ പിന്നെ ഒരു രക്ഷയുണ്ടാവില്ല മക്കളെ. ഇപ്പോൾ കറി ഇതാ ഒറ്റ വിസിൽ വന്ന് വെന്ത് ഉഷാറായി. തേങ്ങ വയ്ക്കട്ടോ. ആറൊന്ന് കഴുകിയാണ് വയ്ക്കുക. ഇത്ര പെട്ടെന്നല്ലേ ഇങ്ങനെ കറിയായത്. ഇതൊന്നുണ്ട് തിളച്ചാൽ മതി. തേങ്ങയുടെ ചുവയൊന്ന് പോവാൻ. അപ്പോൾ കറിയൊക്കെ തിളച്ച് എടുത്ത് വെച്ച് നമ്മൾ ഒരു കുഞ്ഞ് സ്പൂണിന് ഒരു സ്പൂണ് തന്നെ ഇട്ടിട്ടില്ല. കടുകിട്ട് 2 വറ്റൽമുളക് ഇട്ട് തീയൊന്ന് കുറച്ചിട്ട് വെക്കണ്ട്. കറിവേപ്പിട്ട് അപ്പോൾ ഒക്കെ റെഡിയായി വന്ന് കറി വെക്കാണ്ട് അല്ല ഇപ്പോൾ ഒഴിച്ചെന്തിനറിയോ? നിങ്ങൾക്കിത് കാണൂല. ഇതിപ്പോൾ തന്നെ അച്ചാണ്ടി. അപ്പോൾ ഇതൊന്നാണ്ട് തിളപ്പിച്ച് കണ്ടെടുത്താൽ തിളച്ചതാണ്. എന്നാലും ഒന്ന് വറവൊന്ന് ഇതിലൊന്ന് റെഡി പൊട്ടച്ചിട്ട് ഈ അടിപൊളി കറി ഒന്ന് ഉണ്ടാക്കി നോക്കി. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും, ഉറപ്പാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കറീൻ്റെ പരിപാടിയില്ല. അല്ല ഇനി നമുക്ക് ഇന്ന് എന്താണെന്നറിയോ? ഇതിക്ക് ചെറിയൊരു അച്ചാർ ഇടും. മാങ്ങയൊക്കെ ഒരു മാങ്ങ കുറച്ച് ചെനച്ചതാട്ടോ. പക്ഷെ ചെനച്ചതായാലും നല്ല ടേസ്റ്റ് ഉണ്ടാവും. കുറഞ്ഞൊരു മധുരമൊക്കെ ഉണ്ടാകുമ്പോൾ. അപ്പോൾ അതും ഉണക്കമീൻ പൊരിച്ചതുമാണ് ഇന്നത്തെ കറിയിട്ടാ. അപ്പോൾ അത് തിളച്ച് കഴിഞ്ഞ് നമുക്ക് തീ ഓഫാക്കാം. അപ്പം അത്ര പണിയേ ഉള്ളൂ. എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെല്ലൈക്കനൊന്ന് അമർത്തുക. മറക്കണ്ട, അത് കാണുമ്പോൾ തന്നെ ഉണ്ട് ചെയ്താണ്ട് ഇതൊക്കെ. അപ്പം എല്ലാവരോടും ഒരുപാട് നന്ദി, നമസ്കാരം, അസ്സലാമു അലൈക്കും.